എം വിജിൻ, എന്ത് വീഴ്ചയാണ് സർക്കാരിൽ നിങ്ങൾ ആരോപിക്കുന്നത്? പ്രളയം അപ്രതീക്ഷിതമായി വന്നു. പ്രളയം എന്ന് പറയാൻ കഴിയില്ല. വലിയ മഴ പെയ്തു, ചെറിയ സമയത്ത് വലിയ മഴ പെയ്തു. അതുകൊണ്ട് കാര്യമായ പ്രയാസമുണ്ടായി, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ ജില്ലകളിൽ. അതൊരു ക്രൈസിസ് സിറ്റുവേഷനാണ്, ഞാൻ സമ്മതിക്കുന്നു. അതിൽ സർക്കാർ എന്ത് ചെയ്തില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ വാദം. LDF സർക്കാർ ആയിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അല്ല, ഇവിടെ വ്യക്തമായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധികൾക്കുൾപ്പെടെ കാര്യങ്ങൾ അറിയാം. നമുക്കറിയാം, കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ പ്രത്യേകിച്ച് 2018 നൂറ്റാണ്ട് കണ്ട ഒരു പ്രളയം നാം അഭിമുഖീകരിച്ചതാണ്. ആ ഘട്ടത്തിൽ കേരളത്തിൽ പിണറായി വിജയൻ ഗവൺമെൻറ് നടത്തിയിട്ടുള്ള മാതൃകാ ഇടപെടലിനെ അത് എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടതാണ്. നമുക്കറിയാം, ആ 2018 പ്രളയ സമയത്ത് അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന കോൺഗ്രസ് എങ്ങനെയാണ് അതിനെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. കാരണം മനുഷ്യ നിർമ്മിതമാണ് എന്ന വണ്ണം ഉൾപ്പെടെ പ്രചരിപ്പിച്ചുകൊണ്ട് ആ രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെടെ മോശമാക്കാൻ നടത്തിയ ഇടപെടലുകളുണ്ട്. അതിലാണ് ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വരുന്നത്. നിൽക്കട്ടെ, ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ നടത്തിയ പത്രസമ്മേളനം അങ്ങ് NII മാതൃഭൂമിയുടെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ ഒന്നുകൂടി അദ്ദേഹത്തിൻ്റെ പ്രസ് മീറ്റ് പൂർണ്ണമായി ഇരുന്ന് കേൾക്കുകയുണ്ടായി. ഈ ഒരു ദുരന്തമുഖത്ത്, ഇവിടെ ജിൻഡോ പറഞ്ഞതല്ല ശരി, ഒരു ദുരന്തമുഖത്ത് നാട് നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി ഇവിടെ അദ്ദേഹം പറഞ്ഞെന്തോ സിമ്പിളായിട്ട്, അദ്ദേഹത്തിന് അറിയില്ല കേട്ടോ, പത്രക്കാരുടെ മുന്നിൽ വന്നിട്ട് ഇതൊക്കെ അങ്ങനെ പറയണം, അങ്ങനെ പത്രക്കാരുടെ മുന്നിൽ വന്ന് ഷോ നടത്തുന്ന ആളല്ല കേട്ടോ ആര്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഇതൊക്കെ അങ്ങ് ഈ ഒരു ചർച്ചയിൽ വന്നിരുന്ന് പറയരുത്. ദുരന്തമുഖത്ത് നാട് നിൽക്കുമ്പോൾ മാധ്യമപ്രവർത്തകരോട് ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കാര്യങ്ങളെ വിശദീകരിച്ചു കൊടുക്കുക എന്നത് നാടിൻ്റെ ആവശ്യമാണെന്നേ. ഈ മാധ്യമങ്ങളിലൂടെയാണ് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുക. ദുരന്തമുഖത്ത് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കുക, അവരോട് കാര്യങ്ങൾ വ്യക്തമായി പറയുക എന്നത് ഒരു നല്ല ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വരുന്നുണ്ടല്ലോ. ഇന്നലെ മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് മൈക്ക് തട്ടിയിട്ട് നടന്നുപോയ ഒരു മുഖ്യമന്ത്രിയല്ലേ കണ്ടത്? കേരളം ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ മൈക്ക് തട്ടിയിട്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രിയല്ലേ ഇന്നലെ നാം കണ്ടത്? ജനങ്ങളോട് കാര്യങ്ങൾ പങ്കുവെക്കണ്ടേ? എന്താണ് ഗവൺമെൻറ് ചെയ്തത്? ഇവിടെ ഇന്നലെയും മിനിഞ്ഞാന്നും ഉൾപ്പെടെ മാതൃഭൂമി ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തല്ലോ. ക്യാമ്പുകളിൽ ഞാനിപ്പോൾ ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ തന്നെ ഞാൻ അവിടെയുള്ള നമ്മുടെ പ്രവർത്തകരെയൊക്കെ വിളിച്ചു ചോദിച്ചു. ഇപ്പോൾ പത്തനംതിട്ടയിലായാലും പാലയിലായാലും കണ്ണൂരിലായാലും മറ്റ് ജില്ലകളിലായാലും ക്യാമ്പുകളിൽ വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണെന്നേ. കറണ്ടില്ല, കൃത്യമായ ഭക്ഷണമില്ല, അവിടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ ഏകോപനമില്ല. ഈ പ്രശ്നങ്ങൾ ക്യാമ്പുകളിൽ ഇപ്പോഴും നിലനിൽക്കുകയാണെന്നേ. ദുരന്തമുഖത്ത് 3 ദിവസം പിന്നിട്ടിട്ടും ഈ പ്രതിസന്ധികൾ നമ്മുടെ ക്യാമ്പുകളിൽ നിൽക്കുകയാണ്. ഇങ്ങനെ ആയിരുന്നില്ല. നോക്ക്, 2018 നൂറ്റാണ്ട് കണ്ട പ്രളയം കേരളത്തിലുണ്ടായത്. അന്ന് 34,15,437 പേരെയാണ് 12,233 ക്യാമ്പുകളിലായിട്ട് പുനരധിവസിപ്പിച്ചത്. അന്ന് എന്തെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടായിരുന്നോ? ആ പരാതികളെല്ലാം പരിഹരിച്ചു പോകാൻ അന്ന് ആ ഗവൺമെൻറ് സാധിച്ചിട്ടില്ലേ? ഇന്ന് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. നേരത്തെ ശ്രീ അഭിലാഷ് പറഞ്ഞതുപോലെ ഒരു പ്രളയത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. ഒരു ദുരന്തമുഖത്ത് കേരളം നിൽക്കുന്നു, തീവ്രമായ മഴ നിൽക്കുന്നു. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ചകൾ എന്തൊക്കെയാ അതുകൂടി പറയേണ്ടതുണ്ട്. ഇവിടെ വളരെ കൃത്യമായി ജൂലൈ 31 3 മണിക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് വന്നു. അതിതീവ്ര മഴയ്ക്കും പ്രളയത്തിനും സാധ്യതയുണ്ട്. ആ പ്രളയ സാധ്യത ഉൾപ്പെടെ ഈ ഗവൺമെൻറ് ഗൗനിച്ചില്ല. ജില്ലകളുടെ പേര് പറഞ്ഞു. എവിടെയൊക്കെയാ? കണ്ണൂർ, കോഴിക്കോട്, വയനാട്, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം. മുന്നറിയിപ്പ് നൽകിയില്ലേ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്? 7 പേജുള്ള മുന്നറിയിപ്പാണ് നൽകിയത്. എന്നാൽ മുന്നറിയിപ്പ് അവഗണിച്ചു. ഓറഞ്ച് ബുക്ക് അവഗണന ഉണ്ടാക്കി. ഈ ഗവൺമെൻറ് അങ്ങനൊരു മുന്നറിയിപ്പ് കിട്ടിയിട്ടും അവഗണിച്ചു എന്നിടത്ത് തന്നെയാണ് ഈ പ്രശ്നത്തിന് തുടക്കമെല്ലാം വരുന്നത്. ഒരു ഭാഗം കൂടി ഞാൻ പറഞ്ഞ് എൻ്റെ ഈ ഭാഗത്തെ ചർച്ച അവസാനിപ്പിക്കുക. അതിലൊന്ന്, ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം, ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, ഞാൻ വീണ്ടും കേട്ടു മാതൃഭൂമി ചർച്ചയ്ക്ക് വരാൻ. അദ്ദേഹത്തിൻ്റെ ചർച്ചയിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ ചില ഭാഷകൾ ഞാൻ എഴുതി വെക്കുകയുണ്ടായി. ഒരുപാട് നുണകളാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഞാൻ അതിൽ ചർച്ചയുടെ മറ്റു ഭാഗത്തേക്ക് നമുക്ക് വരാം. അദ്ദേഹം ഉപയോഗിച്ച ചില വാക്കുകൾ മുഖ്യമന്ത്രി എന്ന രീതിയിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഇവിടെ വന്നിരുന്ന് പ്രസംഗിക്കുക, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. ദേശാഭിമാനിയോട് അദ്ദേഹത്തെ ദേഷ്യമാണ്. ദേശാഭിമാനിക്ക് രാഷ്ട്രീയം ഉണ്ടെന്നേ. ആ രാഷ്ട്രീയ അദ്ദേഹത്തോട് ചോദിക്കൂ. അപ്പോൾ പറയാ പത്രസമ്മേളനം കലക്കണ്ട, ഞാൻ ഇവിടെ ഇരിക്കുന്നത് പോലും ഇല്ലാണ്ടാക്കണ്ട. ആരാ? ഒരു മാധ്യമപ്രവർത്തകരോട് പറയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് ദുരിതാശ്വാസ ക്യാമ്പിൻ്റെ ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അടുത്തെന്തറിയോ? എന്തിന് ഞാൻ നിങ്ങളോട് പറയണം? മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ്. മറ്റൊന്നെന്താ?
ഞാൻ ഭക്ഷണം കഴിച്ചത് വലിയ തെറ്റായിപ്പോയി. അങ്ങ് ഭക്ഷണം കഴിക്കേണ്ടതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹം അങ്ങ് ഭക്ഷണം കഴിക്കുകയായിരുന്നില്ല, സൽക്കാരത്തിൽ പങ്കെടുക്കുകയായിരുന്നു. ഇവിടെ ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട ഭാഗത്തിന് അദ്ദേഹം എത്ര പരിഹാസ്യത്തോടെയാണ് അദ്ദേഹം കേരള സമൂഹത്തോട് സംസാരിച്ചത്. അതവിടെ വെറുതെ കിടക്കുകയാണ്, അല്ലെങ്കിൽ നഷ്ടമാണ് വാടക. എന്നാൽ കുറച്ച് കാര്യങ്ങൾക്ക് വെറുതെ അങ്ങ് ഓടിച്ചു കളാന്നേ. വെറുതെ എന്തിനാ ഹെലികോപ്റ്റർ അവിടെ വെച്ചിരിക്കുന്നത്? വെറുതെ അങ്ങ് വെച്ചിരിക്കണ്ട, എടുത്തങ്ങ് വെറുതെ ഓടിച്ചു കളാം, നഷ്ടം വരുത്തണ്ടല്ലോ കേരളത്തിന്. ഇതൊക്കെ കേരള സമൂഹത്തോട് പറയേണ്ടതാണ്. പിന്നെ പറയാ, ഞാൻ ഇദ്ദേഹത്തെ എന്നാണ് അമ്മായി അച്ഛനെ കാണാൻ വേണ്ടി പോയതല്ല, പിന്നെയോ ഒരു ഇൻവെസ്റ്റ്മെന്റ് മീറ്റാണ്. ഭയങ്കരമായ മീറ്റാണ് കേട്ടോ. മുഖ്യമന്ത്രിയെ കാണാൻ തിരുവനന്തപുരത്തേക്ക് വരാൻ പറ്റാത്ത അത്രയും, മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ എടുത്ത് എറണാകുളത്തേക്ക് പോകേണ്ട എത്ര ഗൗരവമായ ഇൻവെസ്റ്റ്മെന്റ് മീറ്റാണ്. അദ്ദേഹത്തെ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചപ്പോൾ അത് നിങ്ങളോട് പറയേണ്ട, അവരെ കൂടി കുഴപ്പത്തിലാക്കണ്ട എന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. എന്താ ഈ ഒളിച്ചോട്ടം? എന്താ ഈ മുഖ്യമന്ത്രി ഈ ദുരന്ത മുഖത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ജ്വല്ലറി ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഒഴിവാക്കാമായിരുന്നില്ലേ? 8 പേരുടെ മരണം നടന്നില്ലേ? 8 പേരെ കാണാതായിരുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അത്തരം ഉദ്ഘാടനങ്ങൾ ഒഴിവാക്കാമായിരുന്നില്ലേ? അദ്ദേഹം എല്ലാ പത്രത്തിലും 1-ാം പേജിൽ വാർത്ത കൊടുത്തുകൊണ്ട് ജ്വല്ലറി ഉദ്ഘാടനത്തിന് പോകണോ? ഈ ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് ദുരന്ത മുഖത്തേക്ക് പോയിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുമായിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഗൗരവമായി കേരളം കാണുന്നുണ്ട്. അല്ലാതെ ജിൻഡോ പറഞ്ഞ പോലെ വളരെ ലളിതമായി അദ്ദേഹത്തിന് ഇത് അറിയുമായിരുന്നില്ല ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞ് അതിനെ വളരെ മോശമാക്കരുത്. ഗൗരവമായ വീഴ്ചയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായത്, മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. മുഖ്യമന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി ഇന്നലെ പറഞ്ഞത് 2 തരത്തിലാണ്, 2 തട്ടിലാണ്. ഏകോപനമില്ല, ഒരു വകുപ്പിന്റെയും ഏകോപനം ഈ നിമിഷമായിട്ടും ഈ ദുരന്ത മുഖത്ത് ഉണ്ടായിട്ടില്ല എന്ന ഗൗരവമായ കാര്യം.